നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായുള്ള തിരുവചന ഭാഗം സങ്കീർത്തനങ്ങൾ 121 അധ്യായം 8 വാക്യം. യഹോവ നിന്റെ ഗമനവും ആഗമനവും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. പ്രിയമുള്ളവരെ, നമ്മളൊക്കെയും പലപ്പോഴും പറയാറുണ്ട്, ഓരോ പ്രഭാതവും ഓരോ ദിവസവും പുതിയതാണ്. നാം എത്രയൊക്കെ തെറ്റ് ചെയ്തെങ്കിലും, നാം എത്രയൊക്കെ പാപത്തിൻ്റെ അവസ്ഥയിലേക്ക് കൂപ്പുകുത്തി വീണിട്ടുണ്ടെങ്കിലും, ഓരോ പ്രഭാതവും ഓരോ പുലരിയും നമുക്ക് നൽകുന്ന ശുഭപ്രതീക്ഷകളുടെ വലിയ പ്രതീക്ഷകളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, അല്ലെങ്കിൽ മടങ്ങി വരവുകളുണ്ട്. അത്തരത്തിൽ ഓരോ ദിവസവും പുതുതാണെന്ന് നമ്മെ തോന്നിപ്പിക്കുന്ന വിധത്തിൽ നമ്മെ ശക്തിപ്പെടുത്തുന്ന ആശയം നമ്മുടെ ഉള്ളിലേക്ക് പതിപ്പിക്കുന്ന ഒരു വചനത്തിൻ്റെ വിത്താണ് ഈ വചനത്തിലൂടെ നമുക്ക് ദർശിക്കാനാകുന്നത്. യഹോവ ഇന്നു മുതൽ എന്നേക്കും നിന്റെ ഗമനവും ആഗമനവും പരിപാലിക്കും അല്ലെങ്കിൽ കാത്തുകൊള്ളും എന്ന് പറയുമ്പോൾ, ഓരോ ദിവസവും നിരന്തരം നാം തെറ്റിൻ്റെ അവസ്ഥയിലാണെങ്കിലും പുതിയൊരു പ്രഭാതത്തിൽ നമ്മെ, നമ്മുടെ വരവുകളെയും നമ്മുടെ പോക്കുകളെയും നമ്മുടെ മടങ്ങി വരവുകളെയും ഒക്കെയും പരിപാലിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളതാണ് അർത്ഥം. അതോടൊപ്പം തന്നെ ഈ വചനം ശക്തമായി നമ്മളോട് പറയുന്നതും ഇപ്രകാരം തന്നെയാണ്. ഇന്ന് നീ ചെയ്ത തെറ്റുകളെക്കുറിച്ചല്ല, അല്ലെങ്കിൽ ഇന്ന് നിനക്ക് അനുഭവപ്പെട്ട ദൈവത്തിൻ്റെ അനുഗ്രഹമോ അല്ലെങ്കിൽ നിനക്ക് അനുഭവപ്പെടാത്ത ദൈവത്തിൻ്റെ അനുഗ്രഹമോ അല്ല. നാളെ മുതൽ വീണ്ടും നീ നന്മയിലേക്ക് മടങ്ങി വരിക. നിന്നെ ദൈവം കാത്തുകൊള്ളും, പരിപാലിക്കും. നിന്റെ ഓരോ മടങ്ങി വരവിനെയും ദൈവം വിലപ്പെട്ടതായി കണക്കാക്കും എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഇന്ന് ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ചല്ല, പിന്നെയോ നാളുകളിലേക്കുള്ള എൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് ഓർക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് ഈ വചനം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. വചന സമീക്ഷയുടെ ഈ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരിക്കൽ ഒരു തെരുവീതിയിലേക്ക് കുറെ യുവജനങ്ങൾ ഇറങ്ങുകയാണ്. ക്രിസ്തുവിൻ്റെ യുവജനങ്ങൾ. ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്ന ആ യുവജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി സുവിശേഷ പ്രഘോഷണം നടത്തുന്ന ഒരു സമയം. അതൊരു സന്ധ്യാസമയമായിരുന്നു. വളരെ തിരക്കേറിയ ആ പാതയിലൂടെ ഈ യുവജനങ്ങൾ, ഈ യുവ തലമുറക്കാർ നടന്നു നീങ്ങുന്ന നിമിഷങ്ങളിൽ ഒരുപാട് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും പുരുഷന്മാരെയും വാർദ്ധക്യത്തിലെത്തിയ ഒരുപാട് വൃദ്ധപ്രായരെയും ഒക്കെ കണ്ടു. അവരോടൊക്കെയും സുവിശേഷം കൈമാറി ജനസാന്ദ്രമായിട്ടുള്ള ജനനിബിഡമായിട്ടുള്ള ഒരു മുക്കിലേക്ക് എത്തിയപ്പോൾ, 4 പ്രദേശങ്ങളെ കൂട്ടിയിണക്കുന്ന ഒരു പ്രധാന കവാടത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ അവർക്ക് കാണുവാൻ സാധിച്ചതാകട്ടെ തിന്മയുടെ സന്ദേശങ്ങളായിരുന്നു. അതായത് നാം കാണാൻ പാടില്ലാത്ത അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ അടങ്ങുന്ന CD-കളും കവർ ചിത്രങ്ങളും കവർ മാസികകളും ഒക്കെ അടങ്ങുന്ന വലിയ വിൽപ്പനക്കാർ കൊണ്ടുവന്ന് വിൽക്കുന്ന, എന്നാൽ അവർക്ക് മുന്നിൽ ഒരുപാട് തിരക്കുകളുള്ള ജനക്കൂട്ടങ്ങളെയായിരുന്നു അവർക്കവിടെ കാണാൻ സാധിച്ചത്. നന്മ കൊണ്ട്, ഈശോയെ കൊണ്ട്, ക്രിസ്തുവിനെ കൊണ്ട് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാൻ ഇറങ്ങിയ ആ യുവ ചെറുപ്പക്കാരാകട്ടെ ഏറ്റവും അധികം ദേഷ്യത്തോടും ക്രോധത്തോടും കൂടി ഈ ജനക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറുകയാണ്. എന്നാൽ അവിടെയുള്ള ഈ ജനങ്ങളാകട്ടെ ഇവരെ എതിർത്തുകൊണ്ട് ഞങ്ങളുടെ അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ആക്രമിക്കുകയാണ്. തുടർന്ന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഒരുപക്ഷെ വലിയൊരു ജനക്കൂട്ടത്തിലേക്ക് ചെറിയ ഒരു സമൂഹം കടന്നു ചെല്ലുമ്പോൾ ഉണ്ടാകാനിടയുള്ള എല്ലാ വിധത്തിലുമുള്ള സാധ്യതകൾ, സന്ദർഭങ്ങൾ ഈ കഥയിലും ആ ചെറുപ്പക്കാരുടെ ജീവിതത്തിലും നടന്നിരിക്കാം. പക്ഷെ എന്തായിരിക്കും യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ള കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ ഒന്നാമത്തെ കോളിലേക്ക് പോയി വരാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഡോണ. എന്ത് ചെയ്യുന്നു ഡോണ? ഞാൻ പ്ലസ് ടു. കുഞ്ഞാണ്, അപ്പൊ പഠിച്ചോണ്ടിരിക്കുന്ന ആളാ അല്ലേ? അതെ അതെ. ഓക്കെ. മോളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് പപ്പ, മമ്മി, ചേച്ചി. എല്ലാരും സന്തോഷമായിട്ടിരിക്കുന്നോ? അതെ അതെ. പഠനമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. നല്ല റിസൾട്ട് ഒക്കെ കിട്ടട്ടെ കേട്ടോ, പ്രാർത്ഥിക്കാം. ഓക്കെ മോളെ. അപ്പൊ അറിയാലോ, നമുക്ക് 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്: യഹോവ താൻ എങ്ങനെയുള്ള ആളെന്നാണ് ഇവിടെ പറയുന്നത്? നീതി സംസാരിക്കുന്നു, സത്യം പ്രസ്താവിക്കുന്നു. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇതാണ്: നീതി സംസാരിക്കുന്നു, സത്യം പ്രസ്താവിക്കുന്നു. അപ്പോ രണ്ടാമത്തെ ചോദ്യം ചോദിക്കുവാണേ. ചോദ്യം ഇതാണ്: ഏശയ്യാവിന്റെ സമയത്ത് ജനം പ്രാർത്ഥിക്കുന്നത് ആരോടായിരുന്നു? രക്ഷിക്കുവാൻ കഴിയാത്ത മരം കൊണ്ടുള്ള ദേവനോട്. സംശയമൊന്നുമില്ല. ഇല്ല. കറക്റ്റ് ആണ് ഉത്തരം അല്ലേ?
കറക്റ്റ്. ഓക്കെ, അപ്പൊ ലോക്ക് ചെയ്യാം. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഓക്കെ, അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: രക്ഷിക്കുവാൻ കഴിയാത്ത മരം കൊണ്ടുള്ള ദേവനോട്. അപ്പോ 2 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകിയില്ലേ? അതെ. സന്തോഷമായില്ലേ? സന്തോഷം. ഈ സന്തോഷം നമുക്ക് എങ്ങനെ പ്രകടിപ്പിക്കുന്നേ? പാട്ട് പാടാറുണ്ടോ? പാട്ട് ഇപ്പം പാട്ട് പാടാൻ പറ്റില്ല. പറ്റില്ല. ഒരു വചനം പറയാൻ പറ്റുമോ? വചനം പറയാം. പറഞ്ഞോളൂ. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. യഹോവയിൽ ആശ്രയിക്കുന്നതാണ് നല്ലതല്ലേ? അതെ അതെ. അത് തോന്നിയിട്ടുണ്ടോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും? പിന്നെ തോന്നിയിട്ടുണ്ട്. ഒരുപാട് തോന്നിയിട്ടുണ്ടല്ലേ? അതെ അതെ. അപ്പൊ ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകുമ്പോഴും, ഇനി ഹയർ സ്റ്റഡീസിലോട്ടൊക്കെ പോകുമ്പോഴും, ആഗ്രഹങ്ങളിലേക്ക് പോകുമ്പോഴും ഒക്കെ അങ്ങനെ തോന്നലുകൾ ഉണ്ടാകും. അപ്പോൾ അത്രയും ശക്തമായിട്ട് ദൈവവചനം പ്രസംഗിക്കാനൊക്കെ പറ്റട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് 3ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലാത്തത് കൊണ്ട് സകല ഭൂസീമവാസികളോടും ദൈവം പറയുന്നത് എന്താണ്? എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവിൻ. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവിൻ. അപ്പൊ ചോദ്യങ്ങൾക്കൊന്നും സംശയമൊന്നുമില്ല. ബൈബിളൊക്കെ വായിക്കുന്ന ആളാ അല്ലേ? ഓക്കെ, അപ്പൊ 4ാമത്തെ ചോദ്യം ഇതാണ്. ചോദിക്കുന്നു: യഹോവയുടെ അടുക്കലേക്ക് എന്തു പറഞ്ഞാണ് അവർ ചെല്ലുന്നത്? യഹോവയിൽ മാത്രം നീതിയും ബലവും ഉണ്ട്. ലോക്ക് ചെയ്യുവാണേ. ഓക്കെ, ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അപ്പോ അതിന്റെ ശരി ഉത്തരം ഇങ്ങനെയാണ്: യഹോവയിൽ മാത്രം നീതിയും ബലവും ഉണ്ട്. അപ്പൊ നല്ലൊരു കൈയടി. 4 ചോദ്യങ്ങൾക്കും മിടുക്കിയായിട്ട് ഉത്തരം പറഞ്ഞു. അപ്പൊ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ കേട്ടോ. ഇനിയും വിളിക്കുക വചന സമീക്ഷയിലേക്ക്. ഓക്കെ മോനെ. അപ്പൊ എല്ലാ അനുഗ്രഹങ്ങളും പഠിക്കുവാനുള്ള കൃപയും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഡോണയായിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. +1 +2 പഠിക്കുന്ന ഒരു കുഞ്ഞാണ്. അപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ടും അവളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങി വരാം. ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് തള്ളിക്കയറിയ ഈ യുവജനങ്ങളാകട്ടെ അവിടെയുണ്ട് ആൾക്കാരോട്, അല്ലെങ്കിൽ ഈ കച്ചവടം നടത്തുന്ന വിൽപ്പനക്കാരോട് പറയുന്നുണ്ട്: നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, തിന്മയാണ് പ്രചരിപ്പിക്കുന്നത്. ഇവിടെ നിന്നും എടുത്തു മാറ്റുക, ഇതിനെ മുഴുവനും നശിപ്പിക്കുക, അല്ലെങ്കിൽ ഇവിടെ നിന്നും നിങ്ങൾ ഇതിനെ കൊണ്ടുപോവുക, മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോവുക. എന്നിരുന്നാലും ഇത് വിൽക്കുവാനോ അല്ലെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുവാനോ നിങ്ങൾക്ക് അവകാശമില്ല. ഇത് തെറ്റാണ്, ചെയ്യുന്നത് തെറ്റാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ആ കച്ചവടക്കാരാകട്ടെ ഇവരെ കൂടുതൽ മർദ്ദിക്കുകയാണ് ചെയ്തത്. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളും ഇത് വാങ്ങാനായിട്ട് ആഗ്രഹിച്ചു വന്നവരും ഇവരെ കുറ്റം പറഞ്ഞ് പുച്ഛിച്ച് മാറി നിൽക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിലും ക്രിസ്തുവിനെ പ്രതിയുള്ള പീഡകൾക്കും ക്രിസ്തുവിനെ പ്രതിയുള്ള വേദനകൾക്കും ഒരുപാട് നീറ്റലുകൾ ഏറെ ആയിരിക്കുമല്ലോ. അത് തന്നെയായിരുന്നു ഇവിടെ യുവജനങ്ങൾക്കും സംഭവിച്ചത്. പിന്നെയോ അവർ തളർന്നില്ല. പിന്നീടും അവർ പൊരുതിക്കൊണ്ടേയിരുന്നു. കാരണം തിന്മയെ ജയിക്കേണ്ടത് നന്മ കൊണ്ടാണല്ലോ, ആ പാപത്തെ ജയിക്കേണ്ടത് ക്രിസ്തുവിനെ കൊണ്ടാണല്ലോ. ഉള്ളിലുള്ള ക്രിസ്തുവിൻ്റെ ആ ഒരു ലക്ഷ്യത്തെ, അല്ലെങ്കിൽ ക്രിസ്തുവെന്ന ദീപനാളത്തെ മുന്നിലേക്ക് എടുത്തുകൊണ്ട് ആ യുവജനങ്ങളെല്ലാവരും തങ്ങളുടെ കൈകളിലുള്ള പണം ശേഖരിക്കാൻ തുടങ്ങുകയാണ്. അതിൽ നേതാവെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ മുന്നിലേക്ക് വന്ന് തൻ്റെ ഒപ്പം ഉണ്ടായിരുന്നവരുടെ കയ്യിൽ നിന്നും പണം ശേഖരിക്കുന്നു. ശേഖരിച്ച പണമെല്ലാം ഈ കച്ചവടക്കാരുടെ കയ്യിലേക്ക് നൽകുകയാണ്. എന്തിനു വേണ്ടിയായിരിക്കും അവർ ആ പണമെല്ലാം കച്ചവടക്കാർക്ക് തന്നെ നൽകിയത് എന്നുള്ള കഥയുടെ സാരാംശത്തിലേക്ക്, വിശദീകരണത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ 2ാമത്തെ കോളിലേക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? മറിയമ്മ ആന്റിയാണ്. ആന്റി, വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ പറയുവാണെങ്കിൽ എനിക്ക് ഒത്തിരി ആൾക്കാരുണ്ട്. എനിക്ക് 4 പിള്ളേരൊക്കെ ഉണ്ട്. ഞാൻ അത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ നിങ്ങളോട്. അതോ? അപ്പൊ എല്ലാരും കൂടി വീട്ടിലുള്ളപ്പോ സന്തോഷമായിട്ടിരിക്കുന്നോ? ഇവിടെയല്ല, അവരെ വേറെ വേറെ മാറി താമസിക്കും. അപ്പൊ എല്ലാരും സന്തോഷം. വീട്ടിലാ താമസിക്കുന്നത്. എന്തോ? മോടെ വീട്ടിലാ ഞാൻ താമസിക്കുന്നത്. അപ്പൊ സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നോ? എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ അറിയാലോ ആന്റി, നമുക്ക് 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ചോദ്യത്തിലേക്ക് കയറിയാലോ? ഓക്കെ, ചോദ്യം ഇതാണ്: യഹോവ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്ന അവന്റെ അഭിഷിക്തൻ ആരാണ്? ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്: കോരശ് രാജാവ്.
അതെ, കോരസ് രാജാവ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഇതാണ്. യഹോവ കോരശിന് മുൻപായി പോയി അവനായിട്ട് ചെയ്തു കൊടുക്കുന്നത് എന്താണ്? താമ്രവാതിലുകളൊക്കെ തകർത്ത് ഇരുമ്പോടമ്പലുകളെ കണ്ടിച്ചു കളഞ്ഞു. സംശയമൊന്നുമില്ലല്ലോ? സംശയമില്ല. ഇല്ല, സംശയം ആന്റിക്ക് സംശയമില്ലെങ്കിൽ പിന്നെ നമുക്ക് സംശയം വന്നത് തെറ്റാവില്ലേ? അപ്പൊ അതെന്തായാലും എന്താണ് ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്: ദുർഘടങ്ങൾ നിരപ്പാക്കുകയും താമ്രവാതിലുകൾ തകർക്കുകയും ഇരുമ്പ് ഓടാമ്പലുകൾ മുറിച്ചു കളയുകയും ചെയ്യും. അപ്പോ 2 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകി. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അതിനു മുൻപായിട്ടൊരു പാട്ട് പാടാവോ? പാടാം. പാടിക്കോളൂ. നിന്റെ കൃപ എനിക്കു മതി, മതി മതി നിന്റെ കൃപ എനിക്കു മതി, യേശുവേ നിന്റെ കൃപ എനിക്കു മതി, അവൻ നിന്റെ കൃപ എനിക്കു മതി. പ്രാർത്ഥനയ്ക്കൊക്കെ പാടാറുള്ള പാട്ടാണോ? അതെ, അത് പ്രാർത്ഥനയുടെ സാറിന്റെ പാട്ടാ. അതെ, ഇവിടുത്തെ സാറിന്റെ പാട്ടാണ്. മാത്രമല്ല കൈയടിച്ച് പാടാനൊക്കെ നല്ല എന്താ പറയാ, ഭയങ്കര ഒരു താളമൊക്കെ ഉള്ളൊരു പാട്ടാ. നല്ല പാട്ടാ. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം ആന്റി ആ പാട്ട് തന്നെ കേട്ടതില്. മുഴുവൻ പാടിയാ നിങ്ങൾക്ക് സമയമില്ല, അതുകൊണ്ടാ. ഓക്കെ, നമുക്ക് അത് ശരിയാ, സമയത്തിന്റെ പരിധി നമുക്കുണ്ടല്ലോ, എന്നാലും സാറില്ല. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്: യഹോവ കോരശിന് വാഗ്ദാനം ചെയ്തത് എന്താണ്? അതെ, വാഗ്ദാനം ചെയ്തത് ഒരു ഉറപ്പ് കൊടുത്തു. ആ ഉറപ്പ് എന്താണ്? ആ വാഗ്ദാനം എന്താണ്? ക്ലൂ വേണോ? ഞാൻ യഹോവയാവുന്നു, അതാണോ? അല്ല, അത് പറയുന്നതല്ലയോ. ആ വാഗ്ദാനം എന്താ? ഞാൻ ഇസ്രായേലിന്റെ ദൈവം തന്നെ നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ കുബ്ധനിധികളെയും എന്റെ യാക്കോബ് നിമിത്തവും എന്റെ വൃദ്ധനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർച്ചൊല്ലി വിളിച്ചിരിക്കുന്നു, അതാണോ? അതെ, അതിലൊരു വാഗ്ദാനം ഒളിഞ്ഞു കിടപ്പുണ്ടല്ലോ. ആന്റി പറഞ്ഞത് ശരി ഉത്തരമാണ്. അല്ലെന്നോർത്താ പറയാ. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്. ബൈബിളിൽ ചില വാക്കുകൾക്ക് മാറ്റം ഉണ്ടാവുന്നത് കൊണ്ട് നമ്മുടെ ബൈബിൾ പ്രകാരമുള്ളത് ഇങ്ങനെയാണ്: അന്ധകാരത്തിലെ നിക്ഷേപങ്ങളും നിഗൂഢ സ്ഥലങ്ങളിലെ മറഞ്ഞിരിക്കുന്ന നിധികളും. ഇവിടെ ഉണ്ട്. അത് വേറെ വാക്കിലാ കിടക്കുന്നത്, ഇരുളെന്നൊക്കെയാ കൊടുത്തേക്കുന്നത്. അതെ അതെ അതെ, എനിക്കറിയാം. നല്ലതായിട്ട് എഴുതിയിരിക്കുന്ന അർത്ഥമൊക്കെ എഴുതിയ ബൈബിളാ. ഓക്കെ ആന്റി, ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. പോകാം. ചോദ്യം ഇതാണ്: എന്തിനായിട്ടാണ് യഹോവ കോരശിന് അന്ധകാരത്തിലെ നിക്ഷേപങ്ങളും നിഗൂഢ സ്ഥലങ്ങളിലെ മറഞ്ഞിരിക്കുന്ന നിധികളും നൽകുമെന്ന് പറഞ്ഞത്? നിന്റെ ദൈവം തന്നെ, ഇസ്രായേലിന്റെ ദൈവം തന്നെ നീ അറിയേണ്ടതിന്. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന യഹോവ എന്നും ഇസ്രായേലിന്റെ ദൈവം എന്നും നീ അറിയേണ്ടതിന്. ഓക്കെ, അപ്പൊ 4 ചോദ്യങ്ങൾക്ക് ഇപ്പൊ ശരി ഉത്തരം പറയാൻ പറ്റിയില്ലേ? സന്തോഷായില്ലേ? ഒരു പാട്ടൊക്കെ പാടാൻ പറ്റിയില്ലേ? അപ്പം അത്രയും സന്തോഷം കുറച്ച് ജീവിതത്തിൽ കുറച്ച് നിമിഷം ഈ ഒരു ഫ്ലോറിൽ കൂടെ കിട്ടിയില്ലേ? അതെ, തീർച്ചയായിട്ടും ഈ സന്തോഷം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ കേട്ടോ. എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഇനിയും വിളിക്കാം കേട്ടോ ആന്റി. ഓക്കെ ആന്റി, താങ്ക് യു സോ മച്ച്. ഓക്കെ. മറിയാമ്മ ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. വളരെ സന്തോഷത്തോടു കൂടി നന്നായിട്ട് നമ്മളോട് സംസാരിച്ചു. അപ്പം ആൻറ്റിക്കും ആൻറ്റിയുടെ കുടുംബത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും ഒരുപാട് എന്താ പറയുക, പാട്ടുകൾ പാടാനും പ്രാർത്ഥിക്കുവാനും ബൈബിള് വായിക്കുവാനും വചനം പങ്കുവയ്ക്കാനും ഒക്കെ ഇതുപോലുള്ള അമ്മമാർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ കഥയുടെ അന്ത്യത്തിലേക്ക്, അല്ലെങ്കിൽ കഥയുടെ ബാക്കി വിശേഷങ്ങളിലേക്ക് കൂടി നമുക്ക് കടക്കാം. ഈ ചെറുപ്പക്കാരെല്ലാവരും കയ്യിലുണ്ടായിരുന്ന പൈസ, തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പണം മുഴുവനും സ്വരുക്കൂട്ടി അത് ഈ മാസികകളും മറ്റുമൊക്കെ വിൽക്കാൻ വന്ന കച്ചവടക്കാരെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് അവരുടെ കയ്യിൽ നിന്നും ബണ്ടിൽ കണക്കിനുള്ള വലിയ ശേഖരങ്ങൾ ഇവർ കൈക്കലാക്കുകയാണ്, അല്ലെങ്കിൽ ഇവർ തിരിച്ചു വാങ്ങുകയാണ്. ഇത് വാങ്ങിച്ചതിന് ശേഷം ഇവർ ഇതെല്ലാം കൊണ്ടുപോയി എല്ലാവരും കാണുന്ന സ്ഥലത്ത് തന്നെ പൊതുജനമധ്യത്തിന് നടുവിലായിട്ട് അവർ എന്ത് ചെയ്യുകയാണ്? ഇതെല്ലാം കൂട്ടിയിട്ട് തീ കത്തിക്കുകയാണ്. വലിയ ഒരു തീ കൂമ്പാരം പോലെ അഗ്നിഗോളമായിട്ട് ആ നഗരത്തിന് നടുവിൽ ഈ തിന്മയുടേതായിട്ടുള്ള വസ്തുവകകളെല്ലാം കത്തി നശിക്കുകയാണ്. ഇത് കണ്ട് കച്ചവടക്കാർ തന്നെ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്നുണ്ട്. കാരണം
തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം, അപ്പോഴുണ്ടായിരുന്ന പണം എല്ലാം ചേർത്ത് ഇതെല്ലാം വാങ്ങിച്ചു കൂട്ടി കത്തിച്ച് കളയാനായിരുന്നെങ്കിൽ എന്തിന് ഈ പണം ഇവർ മുടക്കി? ഇത്രയും പൈസ, ഇത്രയും വസ്തുവകകളുടെ പണം എന്തിന് ഇവർ മുടക്കി എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് അവിടെ ഒരു മുറുമുറുപ്പുണ്ടാവുകയാണ്. അങ്ങനെ പല ചോദ്യങ്ങളും ഉയരുന്ന സമയത്ത് ഈ ചെറുപ്പക്കാരുടെ നേതാവായ ഒരാൾ ഇങ്ങനെ പറയുന്നുണ്ട്, പണമല്ല, പിന്നെയോ ആ പണം എന്തിനു വേണ്ടി ഞങ്ങൾ വിനിയോഗിച്ചു എന്നതിലാണ് കാര്യം. തിന്മയെ ജയിക്കുവാൻ ഞങ്ങൾ നന്മയെ ഉപയോഗിച്ചു. പണം പലപ്പോഴും തിന്മയുടെ രൂപത്തിൽ വരാറുണ്ട്. എന്നാൽ ഇവിടെ ഞങ്ങൾക്ക് മുൻപിൽ ഈ പണം നന്മയായിരുന്നു. എന്നാൽ ഞങ്ങളുടെ മുൻപിലുള്ള തിന്മയാകട്ടെ അശ്ലീല വീഡിയോകളടങ്ങുന്ന, ചിത്രങ്ങളടങ്ങുന്ന ഈ വസ്തുവകകളും. അങ്ങനെയെങ്കിൽ ഇതിനെ ജയിക്കുവാൻ, പണമെന്ന നന്മ മുടക്കുവാൻ, എത്ര വേണമെങ്കിലും മുടക്കുവാൻ ഞങ്ങൾക്ക് മടിയില്ല. ഇത് കേട്ട് ഒരുപാട് പേർ ക്രിസ്തുവിനെ ഏറ്റുപറയുകയും സാക്ഷ്യത്തോടു കൂടി മുന്നിലേക്ക് വന്ന് കൈയടിച്ച് ഇവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇവരുടെ കയ്യിൽ നിന്നും ചിലവായ പണമാകുന്ന ആ ഒരു നന്മയായി ഇവർ കണ്ട പണത്തെ പലരും അവരുടെ കയ്യിലേക്ക് തിരിച്ചേൽപ്പിക്കുവാനും ശ്രമിച്ചു. പക്ഷേ അവർ അതെല്ലാം വേണ്ടെന്ന് വെച്ചുകൊണ്ട്, അതിനെയെല്ലാം എതിർത്തുകൊണ്ട് വീണ്ടും ഈ സുവിശേഷ പ്രഘോഷണവുമായി മുന്നോട്ട് നീങ്ങുകയാണ്. പ്രിയമുള്ളവരെ, ഈ കഥയുടെ ഈ ഒരു സാരാംശം നമ്മളിൽ ഉണർത്തുന്ന പല ചിന്തകളുമുണ്ട്. ഒരുപക്ഷെ നമ്മളും പലപ്പോഴും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. അപ്പോഴൊക്കെയും ഒരുപക്ഷെ സമൂഹം എന്ത് ചിന്തിക്കുമെന്ന് മടിയോടെ എതിർക്കാൻ മടിച്ചു നിന്നവരാകാം. പക്ഷെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ഒരു കഥ നമ്മുടെ മുന്നിലേക്ക്, ഈ ഒരു കഥ നമുക്ക് വെച്ച് തരുമ്പോൾ, അല്ലെങ്കിൽ ഒരു സന്ദേശം വെച്ച് നൽകുമ്പോൾ അതിന് നമുക്ക് ചെവിയോർക്കാം. അതിനു മുൻപായി നമ്മുടെ ഇന്നത്തെ അവസാനത്തെ കോളിലേക്ക് കൂടി നമുക്ക് പോയി വരാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ ആൻസി തോമസ് ആണ്. ആൻസി തോമസ്. ആൻസി എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ നെടുമങ്ങാട്. ഓക്കെ. ആൻസിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് അപ്പൻ, അമ്മ, അനിയൻ. അനിയൻ പഠിക്കുവാണോ? അതെ, അവൻ +2 കഴിഞ്ഞു. ഇപ്പൊ നീറ്റ് റിപ്പീറ്റ് ചെയ്യുവാണ്. ആൻസിയോ? ഞാൻ PG കഴിഞ്ഞു. ഇപ്പം കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ. അപ്പം ഉറപ്പായിട്ടും നല്ല ജോലിയൊക്കെ കിട്ടട്ടെ കേട്ടോ, പ്രാർത്ഥിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും അറിയാലോ, നമുക്ക് 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ആൻസർ റെഡി അല്ലേ? അതെ, റെഡി. ഓക്കെ മോളെ. അപ്പൊ മോൾക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: യഹോവയിൽ നീതീകരിക്കപ്പെട്ട് പുകഴ്ച പ്രാപിക്കുന്നത് ആരാണ്? ഇസ്രായേൽ സന്തതി. ഉറപ്പിച്ചോ? അതെ. ഓക്കെ. അപ്പൊ നമുക്ക് ഉത്തരം ലോക്ക് ചെയ്യാം. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇങ്ങനെയാണ്, ഇസ്രായേൽ സന്തതി. ഓക്കെ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്: ബേൽ നെബോ ആരാകുന്നു? ബാബിലോണിലെ വിഗ്രഹങ്ങൾ. ബാബിലോണിലെ വിഗ്രഹങ്ങൾ. അതെ. ഓക്കെ. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇങ്ങനെയാണ്, ബാബിലോണിലെ വിഗ്രഹങ്ങൾ. ഓക്കെ. അപ്പൊ ആൻസി, ഇപ്പൊ 2 ചോദ്യങ്ങളൊക്കെ മോള് പറഞ്ഞില്ലേ? അതെ അതെ. അപ്പോ സന്തോഷമൊക്കെ തോന്നുന്നില്ലേ ചെറുതായിട്ട്? നന്നായിട്ട് സന്തോഷം തോന്നുന്നു. ഓക്കെ. ഒരു അഭിമാനമൊക്കെ തോന്നുന്നുണ്ടല്ലേ? അതെ അതെ. ഓക്കെ. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ ഒരു അഭിമാനവും സന്തോഷമൊക്കെ പങ്കുവെക്കാൻ ആൻസി പാടാറുണ്ടോ? വലിയ പാട്ടുകാരിയല്ല, കുറച്ചൊക്കെ. എന്നാലും ചെറുതായിട്ടൊക്കെ പാടും, പ്രാർത്ഥിക്കാനൊക്കെ. അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാവോ? 4 വരി. ഒരു 4 വരി. ഓക്കെ, മതി. എന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ, എന്നാലും നാഥ നിൻ ജീവനേ നിത്യസഹായകനേ. ഇതാണോ കുഞ്ഞെ ഈ ചെറിയ പാട്ടുകാരി എന്ന് പറഞ്ഞത്? അയ്യോ, ഇതൊക്കെ ചെറുതല്ലേ. അപ്പോ ഇതിനേക്കാളും വലിയ പാട്ട് കേട്ടിട്ടാണോ? അല്ല, പക്ഷെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു. അപ്പോ ഇനി പാട്ടൊക്കെ ഒരുപാട് പാടി പഠിക്കുക കേട്ടോ, നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഇതേ സന്തോഷത്തിൽ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കയറാം. ഓക്കെ. ആൻസിക്ക് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ബേൽ, നെബോ എന്നിവരുടെ വിഗ്രഹങ്ങളെ എങ്ങനെയാണ് കൊണ്ടുപോയത്? മൃഗങ്ങളുടെയും കന്നുകാലികളുടെയും പുറത്ത് കയറ്റി. സംശയമുണ്ടോ?
ഇല്ല. സംശയിക്കേണ്ട, പേടിക്കൊന്നും വേണ്ട. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇങ്ങനെയാണ്: മൃഗങ്ങളുടെ പുറത്തും കന്നുകാലികളുടെ പുറത്തും കയറ്റി. ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റ് ചോദ്യം കൂടി ചോദിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. അവസാനത്തെ ആൻസിക്ക് വേണ്ടിയിട്ടുള്ള ലാസ്റ്റത്തെ ചോദ്യം ഇതാണ്: യഹോവ യാക്കോബ് ഗൃഹത്തിനും ഇസ്രായേൽ ഗൃഹത്തിനും ചെയ്തത് എന്താണ്? അവരെ ഗർഭാശയം മുതൽ വഹിക്കുകയും ഉദരം മുതൽ ചുമക്കുകയും ചെയ്തിരുന്നു. വളരെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ശരി ഉത്തരം. ഉത്തരം ഇങ്ങനെയാണ്: അവരെ ഗർഭാശയം മുതൽ വഹിക്കുകയും ഉദരം മുതൽ ചുമക്കുകയും ചെയ്തിരുന്നു. അപ്പോ ആൻസി മോളെ 4 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകിയില്ലേ? അപ്പോ അതുപോലെ തന്നെ ഒരു പാട്ടൊക്കെ പാടി വലിയൊരു കൈയടി കേട്ടോ. അപ്പൊ നന്നായിട്ട് പഠിക്കാനൊക്കെ പറ്റട്ടെ. എത്രയും പെട്ടെന്ന് ജോലിയൊക്കെ മേടിക്കാനും പിന്നെ അനിയനും പഠിക്കുവാന്നൊക്കെ പറഞ്ഞു. അപ്പൊ കുഞ്ഞിന്റെ ആഗ്രഹം പോലെ നീറ്റൊക്കെ പാസ്സാവാനും ഒക്കെ പറ്റട്ടെ. ഇനിയും വിളിക്കാം കേട്ടോ വചന സമീക്ഷയിലേക്ക്. ഓക്കെ, താങ്ക് യു മോളെ. താങ്ക് യു സോ മച്ച്. നെടുമങ്ങാട് നിന്നുള്ള ആൻസി തോമസ് ആയിരുന്നു നമ്മുടെ കൂടെ കോളിൽ ഉണ്ടായിരുന്നത്. 2 സഹോദരങ്ങളും പരീക്ഷയ്ക്കൊക്കെ വേണ്ടി തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിലും വഴികളിലും പരീക്ഷകളിലും ഒക്കെ പ്രത്യേകമായിട്ടുള്ള ഒരു കൃപയും അനുഗ്രഹവും ഒക്കെ കിട്ടട്ടെ. നല്ല ജോലിയിലേക്ക് കയറാൻ 2 മക്കൾക്കും സാധിക്കട്ടെ. കുടുംബത്തിന് സന്തോഷിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമുക്ക് നമ്മുടെ കഥയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവസാനത്തിലേക്ക് കൂടി കടന്നു വരാം. ആ ചെറുപ്പക്കാർ, ആ യുവ തലമുറ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, ആ ഒരു സമൂഹം ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ അതിന് വളരെയധികം ആഴങ്ങളുള്ള അർത്ഥമുണ്ട്. പണം എന്നത് പലപ്പോഴും നമ്മുടെ കണ്ണിൽ ഒരു തിന്മയായിട്ട് കണക്കാക്കപ്പെടുന്നതാണ്. പക്ഷേ പണം മാത്രമല്ല, മറ്റു പലതും തിന്മയായി കണക്കാക്കപ്പെടാറുണ്ട്. പക്ഷെ പല സന്ദർഭങ്ങളിലും ഇതേ വസ്തുക്കൾ നന്മയായിട്ടും പരിണമിക്കപ്പെടാറുണ്ട്. ഇവിടെ ആ ചെറുപ്പക്കാരുടെ കയ്യിലൂടെ പണം നന്മയുടെ മുഖമായി മറ്റുള്ളവരിലേക്ക് എത്തുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ തിന്മയെ നശിപ്പിക്കുകയാണ് ചെയ്തത്. അതിനാൽ തന്നെ പ്രിയമുള്ളവരെ, നമ്മുടെ കയ്യിലുള്ള വസ്തുക്കളെ നാം ശ്രദ്ധയോടെ അതീവ ജാഗ്രതയോടുകൂടി ഉപയോഗിക്കേണ്ടതുണ്ട് എന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് നന്മയാകുന്ന രീതിയിൽ നമ്മുടെ കയ്യിലുള്ള വസ്തുക്കളെ ഉപയോഗിക്കുവാൻ, അതിന് എത്ര തിന്മയുടെ അടിമത്തത്തിൽ പെട്ടുകിടക്കുന്ന വസ്തുക്കളാണെങ്കിൽ പോലും നാം ഒന്ന് കുരിശു വരച്ച് പ്രാർത്ഥിച്ചാൽ നന്മയായി പരിണമിക്കപ്പെടാത്ത ഒന്നും തന്നെ ഈ ലോകത്തിലില്ല. അത്രത്തോളം ആഴമേറിയ വിശ്വാസത്തിൽ നമ്മുടെ കയ്യിലുള്ളവയെ മറ്റുള്ളവരിലേക്ക് നൽകുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇവിടെ പണം കൊണ്ട് തിന്മ, അല്ലെങ്കിൽ പണമാകുന്ന നന്മ കൊണ്ട് തിന്മയെ ജയിക്കുവാനായിരുന്നു അവർ പരിശ്രമിച്ചത്. ഏറ്റവും ഒടുവിൽ അവരെ കണ്ടു നിന്നിരുന്നവർ അതേ നന്മ പണമായിട്ട് ഈ യുവാക്കളുടെ കയ്യിലേക്ക് കൊടുക്കുവാനും ആഗ്രഹിച്ചു. എന്നാൽ അവർ അതിനെ നിഷേധിച്ചു. നാം കൊടുക്കുന്നതിന് ഇരട്ടിയായി നമ്മുടെ കയ്യിലേക്ക് മടങ്ങി വരും എന്നുള്ളതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് നമുക്ക് വേണ്ടത്? അങ്ങനെയെങ്കിൽ ഹൃദയം തുറന്ന് വിശാലമായി ചിന്തിച്ചുകൊണ്ട് നന്മ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാൻ, നന്മയാകുന്ന ഹൃദയങ്ങളെ മറ്റുള്ളവരിലേക്ക് നൽകുവാൻ, നന്മയാകുന്ന പ്രവൃത്തികളെ മറ്റുള്ളവരിലേക്ക് നൽകുവാൻ ഈ കഥ നമ്മെ പഠിപ്പിക്കട്ടെ, നമ്മെ ചിന്തിപ്പിക്കട്ടെ. വചന സമീക്ഷയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.